ദാരിയാവേശ് രാജാവിന്റെ 2-ാം ആണ്ടിൽ 2-ാം മാസത്തിൽ പ്രവാചകന്റെ മകനായിരിക്കുന്ന ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, ആമേൻ, അതിന്റെ 1-ാമത്തെ വാക്യം ആമേൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വായിച്ചു കഴിഞ്ഞു. എന്നാൽ ഞാൻ അതിനകത്തല്ല നിൽക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആമേൻ, അവിടെ ഈ സെഖര്യാവിന്റെ അപ്പന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അല്ലെ? ആമേൻ, സെഖര്യാവിന്റെ വല്യപ്പന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അവിടെ വായിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഇദ്ദോ പ്രവാചകന്റെ മകനായിരിക്കുന്ന ബെരഖ്യാവിന്റെ മകനായിരിക്കുന്ന സെഖര്യാവ്. ശ്രദ്ധിക്കാം. അപ്പോൾ സെഖര്യാവിന്റെ വല്യപ്പച്ചൻ ആരായിരുന്നു? അവൻ വല്യപ്പച്ചൻ ഇദ്ദോ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അപ്പൊ വല്യപ്പൻ പ്രവാചകനായതുകൊണ്ട് അവൻ അടുത്ത മകന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ബെരഖ്യാവ്. ബെരഖ്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവയെ അനുഗ്രഹിക്കുമെന്നാണ്. അവൻ വല്യപ്പൻ പ്രവാചകനായിരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ജനത്തിന് കൊടുക്കുന്നവനായതുകൊണ്ട് അവന്റെ മകനായിരിക്കുന്ന ബെരഖ്യാവിനെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അനുഗ്രഹിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. അവന്റെ മകനായിരിക്കുന്ന ബെരഖ്യാവിന്റെ മകനായിരിക്കുന്ന ആമേൻ സെഖര്യാവ് ഒരു ബാല്യക്കാരൻ, ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അവൻ ഒരു ബാല്യക്കാരനാ. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ആലോചന അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അവൻ ഒരു പ്രവാചകനായി മാറി. സെഖര്യാവ് എന്ന് പറഞ്ഞാൽ യഹോവയെ ഓർക്കും. ആമേൻ. അപ്പോൾ അവൻ ദൈവനാമത്തിനു വേണ്ടി നിലകൊണ്ടതായ, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിലകൊണ്ടതായ, സനാതന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതായ പ്രവാചകനായിരിക്കുന്ന ഇദ്ദോവിന്റെ മകനായിരിക്കുന്ന ബെരഖ്യാവിനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മകനായിരിക്കുന്ന അവൻ സെഖര്യാവിനെ ദൈവം ഓർക്കുവാനിടയായി. ദൈവനാമത്തിനു വേണ്ടി നാം നിലകൊണ്ടാൽ, ദൈവനാമ വചനത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ടാൽ, ഒരു കാര്യം ഓർത്തോളം, നമ്മെ മാത്രമല്ല, നമ്മുടെ തലമുറകളെ മാത്രമല്ല, കൊച്ചുമക്കളെ കൂടെ ഓർക്കുന്നവനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് പൽക്കാലം മറക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം: ഞാനും നിങ്ങളും ദൈവനാമത്തിന് വേണ്ടി നിലകൊണ്ടാൽ, ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ, വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടാൽ, വേർപാടിന് വേണ്ടി നിലകൊണ്ടാൽ, ദൈവവചനത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ടാൽ, നമ്മെ മാത്രമല്ല, നമ്മുടെ തലമുറകളെ മാത്രമല്ല, അവൻ വരും തലമുറകളെയും എന്റെ കർത്താവ് ഓർക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഇന്ന് പൽക്കാലം ദൈവസഭയോട് ഞാൻ പറയാം. വിശ്വസിക്കുന്ന ദൈവജനം അവരുടെ കരങ്ങളെ ഉയർത്തിയിട്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. കർത്താവിന്റെ മഹത്വം. തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തിമോഥെയോസേ, നിന്നെ ഞാന് എന്റെ നിജപുത്രനായിട്ട് എടുക്കുവാൻ ഒരു കാരണമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ നിന്നെ ചുമ്മാ എടുക്കുമെന്നല്ല, ഞാൻ നിന്നെ നിജപുത്രനായി എടുക്കുവാനുള്ള കാരണം നിന്റെ വലിയമയുണ്ടല്ലോ, ലോബീസ്, അവളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവിന് വായിക്കാം. 2 തിമോഥെയോസിന്റെ 2 നിങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു. 2 തിമോഥെയോസ്. ആ വിശ്വാസം, ആശയം നിന്റെ വലിയമ്മ ലോബീസിലും അവൻ നിന്റെ അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചെത്തിയിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. പൗലോസ് അവൻ തീമോഥെയോസിനോട് പറയുക,
കുഞ്ഞെ, നിന്നെ എന്റെ ഒരു നിജപുത്രനായി എടുക്കാൻ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ വലിയമ്മയുണ്ടല്ലോ ലോവിസ്, അവളിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം നിന്റെ അമ്മയിലും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കാം? ഉറച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നറിയാമോ? നിന്നെ എന്റെ നിജപുത്രനായിട്ട് എടുക്കുവാൻ അയക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ ഇദ്ദോവിന്റെയും ബെറക്കിയാവിന്റെയും സക്രിയാവിന്റെയും കാര്യം പഴയ നിയമത്തിലെ കാര്യം പറഞ്ഞെങ്കിൽ, ഇന്ന് വൽക്കാലം പുതിയ നിയമത്തിൽ ഞാൻ നമ്മളോട് പറയട്ടെ. അല്ലയോ അമ്മമാരെ, നിങ്ങളിൽ അവൻ കർത്താവിനെ കുറിച്ചുള്ള ഒരു ഉറച്ച വിശ്വാസം, വലിയ വിശ്വാസം, ദൃഢമായ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണം, അത് നിങ്ങളുടെ തലമുറകളിലേക്ക് പകരുവാനിടയായിത്തീരും. നമ്മളെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, നമ്മൾ മറന്നു കളയരുത്. കർത്താവിന് സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഈ സക്കരിയാവിന്റെ ജനനം എന്ന് പറയുന്നത് അനുകൂല സാഹചര്യത്തിലല്ല. സക്കരിയാവ് ജനിച്ചത് ജനപ്രവാസത്തിലായിരിക്കുമ്പോഴാണ്. ബാബിലോണിയ പ്രവാസത്തിന്റെ നടുവിലാണ് സക്കരിയ ജനിക്കുവാനിടയായത്. ആ പ്രവാസികളുടെ ഇടയിലാണ് ആ യൗവനക്കാരനായിരിക്കുന്നത്, ബാല്യക്കാരനായിരിക്കുന്നത്. സാഹചര്യമൊന്നും അനുകൂലമല്ലായിരുന്നു, ചുറ്റുപാടുകളൊന്നും അനുകൂലമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിന്റെ സ്ഥിതിയും അത്ര ഭദ്രമൊന്നുമല്ല. എന്നാ ഉള്ള സകലവും നഷ്ടപ്പെട്ട പ്രവാസികളായിട്ട് കഴിയുന്ന ആ കാലഘട്ടത്തിൽ എന്താ പറയാനായിട്ടുള്ള, പക്ഷേ ആ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും കഷ്ടതയുടെ നടുവിലും, ദുഃഖത്തിന്റെ നടുവിലും, അവൻ സകലവും നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ഈ കൊച്ചന്റെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ വഴിത്താരകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അവൻ രോഗങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ആരും ഒരു വാക്കുകൊണ്ട് പോലും നമ്മെ താങ്ങുവാനില്ലാത്തതായ സാഹചര്യം ഉണ്ടാകും. ആരും നമ്മയ്ക്ക് ഒരു കൈത്താങ്ങ് തരുവാനില്ലാത്തതായ അവസരം ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നിരാശപ്പെട്ടു പോകരുത്. അതിന്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ ദൈവജനം തയ്യാറാകണം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. ഒരനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ഏപ്രിൽ മാസം 21-ാം തീയതി, ഏപ്രിൽ മാസം 18-ാം തീയതി ആരാധനയ്ക്ക് പോയിട്ട് വന്ന് ഗുഡ് ഫ്രൈഡേയുടെ അന്ന് വന്ന് 2 മണിയായി ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടു. അവിടുന്ന് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് വരാനായിട്ടുള്ള ദൂരമേ എന്റെ വീട്ടിലുള്ളൂ. പക്ഷെ ആ വരുന്ന വഴിക്ക് ശരീരത്തിനൊരു അല്പ ബുദ്ധിമുട്ട്. ആഹാരം എടുത്തു വെച്ചു, പക്ഷെ കഴിക്കാൻ ബുദ്ധിമുട്ട്. ഒരു വിധത്തിൽ ഒരല്പം കഴിച്ചതിന് ശേഷം കയറി കിടന്നു. ഒരു 4 മണിയായപ്പോൾ പനിക്കാൻ തുടങ്ങി. അനിയന്റെ മോനെ വിളിച്ചിട്ട് എന്നെ നന്നായിട്ട് പനിക്കുന്നു, എനിക്കൊരു ഡോളോ മേടിച്ചുണ്ടോ, അൽക്രോസിന് എന്തെങ്കിലും മേടിച്ചു. അവൻ വന്നത് 7 മണിയായി. അതുപോലെ ഞാനിങ്ങനെ കിടക്കുക, കട്ടിലേന് കാലിങ്ങനെ താഴോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ നോക്കിയപ്പോൾ താഴെ ബ്ലഡും പഴുപ്പൊക്കെ കിടക്കുന്നു. അവൻ ചോദിച്ചു, അട്ട കടിച്ചോ? അമ്പലച്ചേട്ടാ, ഞാൻ ചർച്ചയിൽ നിന്ന് വന്നിട്ട് ഇതുവരെ ഇവിടെ എഴുതിയിട്ടില്ല, പിന്നെ എവിടുന്ന? അപ്പോഴാ കാലിന്റെ അടിവശം ഇങ്ങനെ ഒന്ന് ഞെക്കിയപ്പോ കാലിന്റെ പുറത്ത് ഒരു ഹോള് വന്നിട്ട് പഴുപ്പ് പൊളി വന്നതാണ്. തന്നെ അടി മുഴുവൻ പഴുത്തിട്ട് പുറത്തു വന്ന. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നത്. കാലിന്റെ അടി ആദ്യം കീറി പഴുപ്പ് മുഴുവൻ എടുക്കും. 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് വെള്ളം കൂടെ എടുത്ത് കളയണം, 2ാമത്തെ
ഓപ്പറേഷൻ അങ്ങനെയും ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോ മോനെ പെട്ടെന്ന് വരുവാനൊക്കെ മോനെയും എനിക്ക് പിടിക്കാൻ പ്രയാസം തോന്നി. പ്രയാസം പറഞ്ഞല്ല, ഐശ്വര്യ കിടക്കുന്ന അവസരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ 40 വർഷം ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, 30 വർഷം ബോംബെ പട്ടണത്തിൽ കർത്താവിന്റെ വേല ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാനിടയായി. അവരെ കണ്ടപ്പോൾ കാണുന്നതാണ് കണ്ണി കൂടെ വെള്ളം ഒഴുകി. അടയടി വെച്ച് എന്തിനാ നിങ്ങൾ കരയുന്നത്? മോനെ ചോദിച്ചു, പപ്പ എന്തിനാ കരയുന്നേ? അവർക്ക് കരയില്ല, കണ്ണി കൂടെ വെള്ളം വന്നാ ചില ബുദ്ധിമുട്ടുണ്ടാകും. അത് കഴിഞ്ഞ് പെട്ടെന്നൊക്കെ വൈകിപ്പോയി. കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ഏപ്രിൽ മാസം 22-ാം തീയതി രാത്രി അതേ വചനവനോട് ഇടപെടുവാൻ തുടങ്ങി. എന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് കണ്ടപ്പോൾ കണ്ണുനീര് വന്നപ്പോ എനിക്കൂടെ ആ വചനവനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ 28 വർഷം കൊണ്ട് ഇൻസുലിൻ മാറി മാറി എടുക്കുന്നതല്ലേ. രാവിലെ ഉണ്ട്, വൈകിട്ടുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, വൈകിട്ട് ആകാരത്തിന് ശേഷം വേറെ ഉണ്ട്. എത്രയോ പേരുടെ കാലുകൾ നഷ്ടപ്പെട്ടു, എത്രയോ പേര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നിന്റെ ഒരു വിരലല്ലേ പോയുള്ളൂ. നേരെ എന്റെ ഭാരം മുഴുവനും മാറി. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മളോട് ഇടപെടുന്നവനായ, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ കഷ്ടത അറിയുന്ന, നമ്മുടെ കണ്ണുനീരറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ഭാരം അറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുകളയല്ലേ. കർത്താവിന് സ്തോത്രം. അവൻ ഈ സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും അതിന്റെ നടുവിലും ദൈവശബ്ദം കേൾക്കുന്നവരായിരുന്നു സഖറിയാവെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുകളയല്ലേ. ഇന്ന് തൽക്കാലം ഞാൻ പറയട്ടെ, ജീവിതത്തിലേക്ക് ഏത് കൈപ്പേറിയ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവസഭ മുഴക്കാലം അടക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സ്വർഗം നിങ്ങളെ തലയ്ക്കുമീതെ തുറക്കപ്പെടും. ദൈവം നിങ്ങളോട് സംസാരിക്കും. തൽക്കാലം അവൻ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനിടയായി. അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത് 2-ാം ഭാഗത്തിൽ പറയാം, കുഞ്ഞെ അവൻ മതില് നിനക്ക് കാണത്തില്ല, മതിലില്ലായിരിക്കാം, പക്ഷെ ഞാൻ എന്തായിരിക്കും അറിയാമോ? നിനക്ക് ചുറ്റിലും, നിങ്ങൾക്ക് ചുറ്റിലും എന്താണ്? വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ എനിക്കും ചുറ്റിലും ഒരു തീമതിലുള്ളതാണ്. അത്ര പേര് വിശ്വസിക്കുന്നവരുണ്ട്. എനിക്ക് ചുറ്റിലും, എന്റെ കുടുംബത്തിന് ചുറ്റിലും, എന്റെ തലമുറയ്ക്ക് ചുറ്റിലും ഞാൻ കാണാത്ത ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളിൽ ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അതിന്റെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മാതിരില്ലാതെ. അപ്പം അവൻ ജനം ആവശ്യത്തിനുണ്ട്. പിന്നെ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നേ? ഹലോ, നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞേ. മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ട്. പഴയ നിയമ കാലയളവിൽ സമ്പത്ത് എങ്ങനെയായിരുന്നു? അബ്രഹാമിനെ നോക്കിക്കേ, അവന് സമ്പത്ത് മൃഗസമ്പത്തായിരുന്നു. ലോത്ത് നോക്കി, ലോത്ത് അതുകൊണ്ടല്ലേ നീരോട്ടമുള്ള സ്ഥലം നോക്കി പോയത്, കന്നുകാലിയെ അല്ലേ? പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. യോബിനെ നോക്കിക്കേ, മൃഗസമ്പത്തായിരുന്നു അല്ലേ? ഏതാണ്ട് 11,500 മൃഗസമ്പത്തുണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് നോക്കിയേ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ജനവുമുണ്ട്, സമ്പത്തുമുണ്ട്, പക്ഷെ എന്തില്ല? മതിലില്ല. മൃഗസമ്പത്തുകളുണ്ട്, മൃഗങ്ങളുണ്ട്, ജനവുമുണ്ട്, പക്ഷെ ബാരിക്കേഡില്ല, വേലിക്കെട്ടില്ല. അവൻ അങ്ങനെയുള്ളതായ സാഹചര്യത്തിലാണ് സഖറിയാവിനോട് പറയാം,
നീ ചെന്നാ ജനത്തോട് പറ. Praise the Lord. അയ്യോ, സുരക്ഷിതത്വമില്ല, ഒരു പരിപാലകനില്ല. കർത്താവിന്റെ മഹത്വം തുറന്ന് കിടക്കുകയാണല്ലോ. ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ. ശത്രു കയറി വന്നാൽ അവൻ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുവാൻ ഒരു മതിലില്ലല്ലോ. അവൻ എന്നുള്ള സാഹചര്യത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയാ, കുഞ്ഞേ വിഷമിക്കേണ്ട, നിങ്ങൾ കാണാത്തതായിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, നിങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയാത്ത ഒരു മതിൽ കെട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞാനൊരു തീ കൊണ്ട് മതിൽ ചെയ്തിരിക്കുകയാണ്. Praise God. Praise the Lord. ദൈവമക്കളെ, നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നാം പണിതുയർത്തിയിരിക്കുന്ന മതിലിന്റെ വലിപ്പമല്ല, നാം പണിതിരിക്കുന്ന ഗേറ്റ് അല്ല, അവൻ നാം പണിതിരിക്കുന്ന തേക്കൻ തടിയുടെയോ ഈട്ടത്തടിയുടെയോ ആണിയുടെയോ ഒറ്റ തിരിച്ചാൽ തഖേന്ന് പറഞ്ഞ് 20-25 ലോക്ക് വീഴുന്ന ആ കാതകിന്റെ ബലമല്ല, അവൻ നമ്മുടെ കൂട്ടിന്റെ ബലമല്ല. പിന്നെ ആരാണ് നമ്മുടെ സുരക്ഷിതത്വം? ഇസ്രായേലിന്റെ പരിപാലകൻ. അവർ മഴയിൽ വന്നില്ല, അവർ ഉറങ്ങുന്നില്ല, അവർ ഉറക്കം തോന്നുന്നുമില്ല. അവരോട് നമ്മുടെ പരിപാലകൻ, നമ്മുടെ ദൈവം നമുക്ക് ചുറ്റിലും ഒരു തീമതിലായി നിൽക്കുന്നു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ. അവ സാഹചര്യം അനുകൂലമല്ല കേട്ടോ. ഒറ്റ നോട്ടത്തിന് തോന്നാം ആമേൻ എല്ലാം തുറന്നു കിടക്കുകയാണ്. നല്ലതേ, തുറന്നു കിടന്നാലും നിനക്ക് ചുറ്റിലും ഒരുവനുണ്ട്, ഒരു തീമതിലായിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. Praise the Lord. ഞങ്ങൾ എന്റെ കൂടെ കഴിഞ്ഞിടയില് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പോയി. നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു, ഞാന് അതിന് ചുറ്റിലും എന്തായിരിക്കും അറിയാമോ? തീമതിലായിരിക്കും. നമ്മുടെ പരിപാലകൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവാണ് നമ്മെ പരിപാലിക്കുന്നത്. പ്രിയരെ, നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ കഴിയുന്നു, യോബിന് ചുറ്റിലും എന്തുണ്ടായിരുന്നു? നമുക്കറിയാമായിരുന്നു. കർത്താവിന്റെ മഹത്വം. സാത്താൻ വന്ന് ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാം. അവൻ സാത്താൻ വന്ന് ദൈവത്തോട് സംസാരിച്ച ഇവൻ വെറുതെയാണോ ഇത്ര ഭക്തനായിട്ടിരിക്കുന്നത്? നീ അവന് ഉള്ളതിന് ചുറ്റും, അവന്റെ വീടിന് ചുറ്റും എല്ലാം വേലി കെട്ടിയിരിക്കുന്നു. നീ പൊളിച്ചുകളെ. അവൻ മുഖത്ത് നോക്കി ഇതിനെ എന്ത് ചെയ്യും? നമുക്കറിയാവുന്ന എന്റെ ചോദ്യം അതല്ല. സാത്താൻ ദൈവത്തോട് ഇത് സംസാരിക്കുമ്പോൾ ഞാൻ നമ്മുടെ ഇയ്യോബിതായിരുന്നു ഒന്ന് നോക്കിക്കേ. ഇയ്യോബിതായിരുന്നു ദൈവത്തോട് സാത്താൻ സംസാരിക്കുമ്പോ അവൻ ഇയ്യോബ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രേക്ഷകോ, അപ്പൊ നമ്മൾ ഒരു കാര്യം അറിയണം. നാം അറിയാതെ തന്നെ ഇവിടെ ഇരുന്ന് കൈയടിച്ചു ദൈവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ പുറത്ത് നമുക്ക് വേണ്ടി വാതുകെട്ടുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകളെ. അവൻ നമ്മെ തൊടാത്തത് നമ്മുടെ കഴിവല്ല, അവൻ നമ്മെ അടുക്കൽ വരാത്തത് നമ്മുടെ മസിൽ പവർ കൊണ്ടല്ല, അവൻ നമ്മുടെ അടുക്കൽ വരാത്തത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ നമുക്ക് ചുറ്റിലും ഒരു തീമതിലായി നിൽക്കുന്നത് കൊണ്ട്. കഴിഞ്ഞ രാത്രിയിലും നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അവൻ എന്റെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചതാണ്. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് അവന്റെ കാലത്തിൽ നിന്നെ ഏൽപ്പിച്ചില്ല. വാത്സല്യ സഹോദരിമാരെ, ഇവിടെ ഇരുന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും
വിരോധമായി പുറകിൽ വാത് കെട്ടുന്നതായിരിക്കുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. എന്നുള്ള കാര്യം നമ്മൾ മറന്നു കളയരുത്. എന്നാൽ അവന്റെ കരത്തിൽ ഇതുവരെ നമ്മൾ വീഴാതിരുന്നത് ദൈവത്തിന്റെ കൃപയും നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനവുമാണ്. ഹല്ലേലൂയ! ഞാനെന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ തീ മതിലിനകത്ത് നിൽക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ജനം, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. തീമതിലിനകത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ! മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വന്നാൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ്. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ, മൂന്നാം അധ്യായം അതിന്റെ രണ്ടാം വായിക്കുന്നു. വായിച്ചു 3:2. യഹോവ സാത്താനോട് യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. അടുത്തതെന്ന് വെച്ചു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയല്ലോ. ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ ആദ്യം നമ്മൾ വായിച്ചതല്ല, തീ മതിലിനകത്ത് നിൽക്കുന്ന ജനം. മൂന്നാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ 3:2 എന്താ വായിച്ചത്? യഹോവ സാത്താനോട് പറയുക, ഇവൻ ആരാണെന്നറിയോ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ തീ മതിലിനകത്ത് നിന്നവനെ ഇപ്പൊ തീക്കൊള്ളിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ചരിത്ര ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. യോശുവയെ കുറിച്ച് പറഞ്ഞത്, അവന്റെ ഉടുപ്പിൽ ഒരു ചെറിയ അഴുക്കുണ്ടായിരുന്നു അല്ലേ? അത് കണ്ടിട്ട് ദൈവസന്നിധിയിൽ വാത് കിട്ടുന്ന സാത്താൻ വിചാരിച്ചത്, ഇവന്റെ ഉടുപ്പും അഴുക്കായിരിക്കുന്നു, മലിനമായിരിക്കുന്നു എന്ന് പറയുമ്പോ ഇവന്റെ മുമ്പിൽ വെച്ച് യോശുവയെ ശാസിക്കുമെന്നാ ഇദ്ദേഹം വിചാരിച്ചത്. അതാ യേശുദമ്പുരാൻ ചെയ്തതെന്താ? എന്താ അവിടെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുന്നത്? കർത്താവ് ചെയ്തെന്താ? അവരോട് പറയുക, കുഞ്ഞേ, ഇവൻ ആരാണെന്നറിയാമോ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതായിരിക്കുന്ന ഒരു തീക്കമ്പ, ഒരു തീക്കൊള്ളി. ഓ കർത്താവിന് മഹത്വം. ഞാൻ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക. അവന്റെ മുമ്പിൽ വെച്ച് അവനെ ശാസിച്ചില്ല, അവനെ താഴ്ത്തിയില്ല. ഒരിക്കലേ യേശുദമ്പുരാനും ശിഷ്യന്മാരും കൂടെ നടന്നു പോയപ്പോ ശിഷ്യന്മാർക്ക് വിശന്നു. അവരെന്ത് ചെയ്യുന്നറിയോ? കതിര് പറിച്ച് കയ്യിലിട്ട് ഒരുമി അല്ലെ അവര് അത് ഭക്ഷിച്ചു. ഉടനെ ശിഷ്യന്മാർ വന്നിട്ട് അവരോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാര് കാണിച്ചത് എന്താ? ഉടനെ യേശുദമ്പുരാൻ എന്താ പറഞ്ഞത്? ആ പരീശന്മാരുടെ മുമ്പിൽ വെച്ച് ശിഷ്യന്മാരെ ശാസിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ യേശുദമ്പുരാൻ എന്താ പറഞ്ഞത്? അയ്യോ, നിങ്ങൾ വായിച്ചിട്ടില്ലേ, അവൻ ദാവീദിന് വിശന്നപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതന്മാർ മാത്രം ഭക്ഷിക്കണ്ട, കാഴ്ചയപ്പത്തിന്റെ മേശയിലിരിക്കുന്ന അപ്പം ഭക്ഷിച്ചത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പ്രിയരെ, കർത്താവിന് സ്തോത്രം. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ താഴ്ത്തുന്നവനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മെ അവൻ ശാസിക്കുന്നവനല്ല. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ശിഷ്യന്മാരെ കരുതുവാനിട്ടില്ല. ഇവിടെ അവൻ ഉടുപ്പ് കണ്ട മലിനമായിട്ടിരിക്കുന്നത്. കർത്താവ് പറയാ, അവൻ ആരാണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ അവൻ തീമതിലിനകത്ത് നിന്നതാണ്. ഇപ്പൊ അവൻ എന്താണെന്നറിയാമോ? ഒരു തീക്കൊള്ളിയാണ്. കഷ്ടതയുടെ ആ അടുപ്പിനകത്തോടെ കടന്നുപോയ യോശുവ കരിഞ്ഞ് കരിക്കട്ടയായതാണെന്നാണ് ഇവ വിചാരിച്ചത്. മനസ്സിലായോ? പ്രവാസത്തിലല്ലേ, സകലവും നഷ്ടപ്പെട്ടതല്ലേ? ആ
ശത്രു വിചാരിച്ചെന്താണെന്നറിയാമോ? കസ്റ്റഡിയുടെ നെരിപ്പോട്ടിനകത്ത് അത് ഞെരിഞ്ഞ് നീറി അത് കരിഞ്ഞ ആ കരിയായതിന്റെ മേലിരിക്കുന്നത്. സ്വർഗം പറഞ്ഞ എന്താണെന്നറിയാമോ? അല്ല, അവൻ എന്താണെന്നറിയാമോ? അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതായിരിക്കുന്ന ഒരു കൊള്ളിയ. കർത്താവിന് സ്തോത്രം. അതിന്റെ ദൈവത്തെ വായിക്കുകയാണ്. കർത്താവിന് മഹത്വം ഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ തീക്കൊള്ളിയുടെ പ്രത്യേകത എന്താ? തീക്കൊള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇപ്പോഴാണല്ലോ നമ്മളല്ലേ ലൈറ്റ് ഉപയോഗിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? ഞങ്ങളൊക്കെ ചൂട്ടൊക്കെ എത്തിച്ച് മീറ്റിങ്ങിന് പോയിട്ടുള്ളവർ. ഇവിടെ കുഞ്ഞാനൊക്കെ അറിയായിരിക്കും അല്ലേ? പോയിട്ടുള്ളത് ചൂട്ടൊക്കെ എത്തിച്ച് പോയിട്ടുള്ള ആ ചൂട്ടൊക്കെ എങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ ഈ ഓമത്തണ്ടല്ലോ, ഓമത്തണ്ട് കപ്പളത്തിന്റെ തണ്ട്, അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് തിരി കത്തിച്ച് പോയിട്ടുള്ളതാണ്. ഞാനൊക്കെ പോയിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ റാന്തല അല്ലേ, റാന്തലും പിടിച്ചോണ്ട് പോയിട്ടുള്ള, പിന്നെ പെട്രോൾ മാക്സും ഒക്കെ പിടിച്ച് പോയിട്ടുള്ളതാണ്. അപ്പൊ പണ്ട് നമ്മളെ തീ കത്തിക്കുന്നത്, ഒരടുപ്പിനകത്ത് രാവിലെ തീ കത്തിക്കുന്നത് എന്താ? ഈ ചൂട്ടൊക്കെ വെച്ച്, കുമഞ്ഞാട്ടയൊക്കെ വെച്ച്, കൊതുമ്പൊക്കെ വെച്ച് അല്ലേ? അമ്മേ ഒരെണ്ണത്തിൽ കത്തിച്ചു കഴിഞ്ഞിട്ട് അടുത്ത അടുപ്പിൽ കത്തിക്കുന്നതിനറിയോ? ഇതിനകത്തുനിന്ന് കത്തുന്ന ഒരു കമ്പെടുത്തിട്ട് അങ്ങോട്ട് വെച്ചിട്ട് അതിനെ കത്തിക്കുന്ന. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? തീക്കൊള്ളിയുടെ പ്രത്യേകത അതാ. അമ്മേൻ കത്താതെ കിടക്കുന്നതിനെ കത്തിക്കുന്നതാണ് തീക്കൊള്ളി. കാര്യം പിടികെട്ടിയെങ്കിലുള്ള സ്തോത്രം ചെയ്തു. ദൈവം സാത്താനോട് പറയും, ഇവൻ ആരാണെന്നറിയാമോ? കഴിഞ്ഞ നാളുകളിൽ ഇവൻ തീമതിലിനകത്ത് നിന്നവനാണ്. ഇന്നവൻ ആരാണെന്നറിയാമോ? കത്താതെ കിടക്കുന്നതിനെയൊക്കെ കത്തിക്കുന്നതായ ഒരു തീക്കൊള്ളിയാണ്. ദൈവമേഖലേ, ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. അടുത്തിരിക്കുന്നവര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ എന്ന് നീ ഓർക്കണ്ട. അടുത്തിരിക്കുന്നവര് സ്തോത്രം പറയുന്നുണ്ടെന്ന് ഓർക്കണ്ട. നിനക്കൊന്ന് കത്താൻ പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവരും കത്തുവാനും ഇടയായിരിക്കും. നീ ഒന്ന് കത്താമെങ്കിൽ, നീ ഒന്ന് സ്തോത്രം ചെയ്യാമെങ്കിൽ, നീ ഒന്ന് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തിന് മനസ്സ് കൊടുക്കാമെങ്കിൽ, നീ ഒന്ന് ആളി കത്താമെങ്കിൽ, അവൻ അടുത്തിരിക്കുന്നവരുടെ നിന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ അവരിലേക്ക് വ്യാപരിച്ച് അവരും ദൈവസന്നിധിയിൽ അവർ ജ്വലിക്കുന്നവരായി മാറും. കർത്താവിന് മഹത്വം കഴിയും. അത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ വിടുക. കാരണം തീരാൻ പോവുക, സമയം അടുത്തു വരുന്നു. ഇവനോട് പറയുന്നു, ഇവൻ ആരാണെന്നറിയാമോ? അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തതായിരിക്കുന്ന ഒരു കൊള്ളിയാണ്. കർത്താവിന് ഇഷ്ടം. ഇനി 13-ാം അധ്യായത്തിലേക്ക്, 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരും. 3-ൽ ഒരു അംശം ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കും പോലെ അവരെ ഞാൻ എന്ത് ചെയ്യും? ഊതിക്കഴിക്കും. അടുത്തത് ഒന്ന് ശോധന ചെയ്യുന്നത് പോലെ ആമേൻ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ശോധന കഴിക്കും. അടുത്തത് അവരുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരവരുളുകയും ചെയ്യും. യഹോവ എന്റെ ദൈവമെന്ന് അവരും പറയും. മതി. 3-ൽ ഒരംശത്തെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം? തീയിൽ കൂടി കടത്തിവിടും. ശ്രദ്ധിക്കണേ. അപ്പൊ തീ മതിലിനകത്ത് നിന്നവനെ തീക്കൊള്ളിയാക്കി മാറ്റിട്ട് അടുത്ത് കാണുക കഴിയുന്നത് അവരിൽ ഒരു കൂട്ടം ജനത ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? തീയിൽ കൂടെ കടത്തിവിടും. അപ്പൊ തീക്കുള്ളിയായി കത്തുന്ന ദൈവജനത്തെ ഞാൻ ഓർമ്മിക്കാം. നിനക്ക് അവിടം കൊണ്ട് തീർന്നില്ല. ദൈവനാമത്തിന് വേണ്ടി നിലകൊണ്ട്
അനേകരെ കർത്താവിലേക്ക് നേടി. ദൈവസനെ മുഴങ്കാലിന്മേലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും കണ്ണുനീരൊഴുക്കുകയും ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന തീക്കൊള്ളിയെ, ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാം. തീർന്നിട്ടില്ല കേട്ടോ. അടുത്ത നിന്നെ തീയിലോട്ട് എടുത്തിടുന്ന ഒരു സന്ദർഭമുണ്ട്. പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ളതായിരിക്കുന്ന അഗ്നിപരിശോധന, ചിന്തിക്കാത്ത വിധത്തിലുള്ളതായിരിക്കുന്ന അവൻ കഷ്ടതകൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നുകയറിയ രോഗം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ തലമുറകൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അഗ്നിപരിശോധനയിലൂടെ കത്തുന്ന ഒരു കൊള്ളിയെ ചിലപ്പോൾ കടത്തിവിട്ടേക്കാം. ചോദ്യം 100 നമ്മുടെ മുമ്പിലുണ്ട്. അയ്യോ, ഞാൻ ഉപവസിക്കുന്നതല്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ, ഞാന് ദൈവസനയിൽ ഇടിവ് നിൽക്കുന്നതല്ലേ, പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പാപങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അവൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നതല്ലേ, പിന്നെ എന്തിനാ ഈ കഷ്ടത, പിന്നെ എന്തിനാ ഈ രോഗം, പിന്നെ എന്തുകൊണ്ടാ ഈ പ്രയാസം, പിന്നെ എന്തുകൊണ്ടാ ഈ കണ്ണുനീര്, പിന്നെ എന്തുകൊണ്ടാ ഈ നെടുവീർപ്പ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അതിനു പുറകെ വേറൊന്നായി എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ക്വസ്റ്റ്യൻ ഒരുപാട് ജീവിതത്തിൽ. സഹോദരിയെ, തിരുവഴുത്തിലൂടെ ഞാനൊരു കാര്യം പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 36-ാമത്തെ വാക്യം കേട്ടോണം. ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ. നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യങ്ങളില്ലേ, അതിന്റെ മറുപടിയാണ്. നിന്റെ ശരീരം വായിച്ചു. അന്ധകാരത്തിന്റെ അംശം ഒട്ടുമില്ലാതെ വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിക്കും പോലെ പ്രകാശിതമായിരിക്കും. അതുകൂടെ ആ വാക്യം ആമേൻ ഉറച്ചു പ്രസ്താവിക്കാൻ പോവുകയാണ്. നിന്റെ ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരു അംശം പോലുമില്ലാതെ വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിക്കുന്നത് പോലെ നിന്നെ തിളക്കമുള്ളതാക്കി മാറ്റുവാനാണ് ഇന്നുള്ളതിന്റെ ശോധന. വിശ്വസിക്കുന്ന ദൈവത്തിന് മുഖത്തുകൊടുത്തേ ശക്തിയോടെ ഈ വചനം ഏറ്റെടുക്കുന്നവർ, ശക്തിയോടെ ഈ വചനം ഏറ്റെടുക്കുന്നവർ, ശക്തിയോടെ ദൈവത്തിനത് മഹത്വം കൊടുത്തേ. ഇന്നുള്ള ശോധന എന്താണെന്ന് ചോദിച്ചിട്ടുള്ളവരില്ലേ, ഇന്ന് അതിന്റെ മറുപടി പറയുക. വിളക്ക് തിളക്കം കൊണ്ട് അവൻ നിത്യം ശോഭിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരു അംശമില്ലാതിരിക്കുവാനാ ഈ കഷ്ടത ഇന്ന് നിനക്ക് തന്നിരിക്കുന്നത്. ശലോമോനോട് ചോദിച്ചാൽ ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 25-ാം അധ്യായം 4-ാം വാക്യം സദൃശ വാക്യം. അവൻ വെള്ളിയിൽ നിന്ന് കീടത്തെ മാറ്റിയ തട്ടാന് ഒരു ഉരുപ്പൊടി കിട്ടും. കരമേർന്ന് ദൈവത്തിനൊന്ന് മാത്രം എടുക്കാമോ? ശക്തിയോടെ പോരാ. എന്താണെന്നറിയാമോ? നിന്നെ തീയിൽ കൂടെ കിടത്തി വിട്ടത്, തീയിൽ കൂടി കിടത്തി വിട്ടത് എന്തിനാണെന്നറിയാമോ? തട്ടാൻ ഒരു ഉരുപ്പൊടി കിട്ടാൻ. ആ ഉരുപ്പൊടി എങ്ങനെയായിരിക്കണം? വെള്ളി. ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ. നമുക്കറിയാവുന്ന വാക്യം അല്ലേ? എന്തിനാ തീയിലിടുന്നേ? നേരത്തെ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 11:36. നിന്റെ ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരു പൊടി പോലും കാണരുത്, ഒരംശം പോലും കാണരുത്.
അതിനു വേണ്ടി തിളക്കം കൊണ്ട് പ്രകാശിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നിന്നെ തീയിൽ കൂടെ കടത്തി വിടുകയാണ്. പാട്ടുകാരൻ പാടിയുള്ള ശോധന, അവൻ നൽകുന്ന വേദന വിഷമമുള്ളതാണെങ്കിലും വിലയുണ്ടതിന് പോലും. അനാദിനാഥനേശുവൻ അവൻ ആ പാട്ടിന്റെ ഒരു ചാട്ടമാണ് ഞാൻ പറഞ്ഞു. അവൻ പ്രിയരേ, ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, തീയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല തട്ടാന് നീ ഒരു ഉരുപ്പടിയായിട്ട് കിട്ടാനാണ്. ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതിരിക്കുവാൻ, വിളക്ക് തിളക്കം കൊണ്ട് പ്രകാശിക്കേണ്ടതിന് അത് ആണ് അവന്റെ തീയിൽ കൂടെ കടത്തിവിടുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജാമരെ എത്ര കഷ്ടത ഉണ്ടായാലും മുറുകെ പിടിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, എത്ര കഷ്ടത ഉണ്ടായാലും മുറുകെ. സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വിശുദ്ധ തിരുവനന്തപുരത്തിലെ ഒരമ്മച്ചി വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയും അവർക്കില്ല. അച്ചായന്റെ കണ്ണിനും ഇവിടെ അനുഷ്ഠിക്കും. ആളെ മനസ്സിലായല്ലേ? യാക്കോബിന്റെ കണ്ണിനും ആരാ? വീട്ടിനകത്ത് സഹോദരിയോ? കളിപ്പ് പറ്റി യാക്കോബിന്. റഹലിന് വേണ്ടി ആ പുള്ളി അവിടെ നിന്നു നോക്കെ. പക്ഷെ കിട്ടിയത് അപ്പനെ കൊണ്ട് കാണാൻ മതിയാതെ കണ്ണ് കുരുടായിരുന്നപ്പോ പുള്ളി കളിപ്പിച്ചില്ലേ. നല്ലതായിട്ട് കാഴ്ച ഉള്ള സമയത്ത് തന്നെ യാക്കോബിന് മുന്നിൽ കിട്ടി. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാ മുടുകുളം മാറ്റിയപ്പോഴാ ആളെ അറിഞ്ഞത് ആരെ കളിപ്പ് കിട്ടി. 7 വർഷം കഴിഞ്ഞപ്പോ കാത്തിരുന്ന ആളെ തന്നെ കിട്ടി. എന്റെ ചോദ്യം നമുക്കറിയാവുന്നതാണ് തോന്നി. 7 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റാഹേലിനെ പിടിച്ചുകൊണ്ട് യാക്കോബിന്റെ കൈ കൊടുക്കാൻ നേരം സത്യത്തിൽ ഈ കുറിച്ച് പറയുന്ന ഒരു കാര്യമില്ലേ? അച്ഛാ വേണ്ട, ചേച്ചിക്കൊരു ജീവിതം കിട്ടിയില്ല, ഞാൻ മുഖാന്തരം അവരുടെ കുടുംബജീവിതം തകരണ്ട, മാന്യമായിട്ടൊന്നും പറയണ്ട, എന്റെ ചേച്ചിയല്ലേ, അതുകൊണ്ട് അവര് സന്തോഷമായിട്ട് കഴിഞ്ഞോട്ടെ എന്ന് ഈ പെൺകുച്ച് പറഞ്ഞു. ഇവിടെ പറഞ്ഞില്ലല്ലോ. യാക്കോബും വന്ന എനിക്ക് വേണ്ട തുറന്നുണ്ട്, അത് മതി എന്ന് പറഞ്ഞോ? അതിനെ നിങ്ങളിങ്ങനെ ഇരിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്നു. പറഞ്ഞില്ലല്ലോ, പറഞ്ഞ റാഗാലി വന്ന് കയറിക്കഴിഞ്ഞ അയ്യോ എന്തെല്ലാം പ്രശ്നമാ കുടുംബത്തിനകത്ത് നടന്നേ, അതൊന്നും വിവരിക്കാനാവില്ല. പക്ഷേ നിങ്ങൾ തിരുവഴുത്തിലേക്ക് നോക്കിയ ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായം അതിന് 31-ാമത്തെ ഒറ്റ വാക്യം വായിക്കുന്നുണ്ട്. അവിടെ തൊട്ട് അങ്ങോട്ട് വായിക്കുന്നത് അനിഷ്ടമെന്ന് കണ്ടപ്പോൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യാക്കോബ് എന്റെ സങ്കടം കണ്ടു. ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമെന്നാ, യാക്കോബ് എന്റെ സങ്കടം. അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? യാക്കോബ് എന്റെ സങ്കടം കണ്ടു. അവിടെ ഒരു മകനെ പ്രസവിച്ചു. അവന് രൂപയുടെ പേര് താഴോട്ട് നിങ്ങൾ വായിക്കണം. പിന്നാലെ വായിച്ചു കൊടുക്കും. വായിച്ചു കഴിയുമ്പോൾ 30-17 വരെ വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്.
ഓരോ മക്കള് അവൾക്ക് ജനിക്കുമ്പോഴും അവൾ ദൈവത്തിനാണ്. യഹൂദ ജനിച്ചു തുടങ്ങിയ ദൈവത്തിന് സ്തുതിയിൽ ഉയർന്നു. എന്റെ കഷ്ടത കണ്ടു, എന്റെ സങ്കടം കണ്ടു, എന്റെ വേദന കണ്ടു, ഓരോന്നിന് പേരിട്ടു. എനിക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. തിരുവഴുത്ത് പഠിച്ചപ്പോഴേ പുതിയ നിയമസഭയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ നിയമസഭയ്ക്ക് ഞാൻ ശബ്ദപ്പെട്ട് പറയുന്നില്ലെന്നറിയോ, ഇതൊരിക്കലും മറക്കരുത്. ഞാനിവിടെ നിന്ന് പറഞ്ഞ നിങ്ങളെ കൊണ്ട് കൈയോടിപ്പിച്ച് ഞാനും കൈയടിച്ച് ഞാനും പോയിട്ട് കാര്യമില്ല. പറയുന്ന വചനം അകത്ത് കയറണം, അകത്ത് പൊത്തണം. കർത്താവിന് സ്തോത്രം. അതിനാ പുതിയ നിയമസഭയ്ക്ക് പാർക്കുവാൻ വേണ്ടി ദൈവം ഒരു പാർപ്പിടം ഒരുക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. ആ പാർപ്പിടത്തിലേക്ക് നമ്മളൊന്ന് കയറിയ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന് ചുറ്റിലും ഒരു മതിലുണ്ട്. ആ മതിലിന്റെ വാതിലോട്ട് നമ്മളൊന്ന് ചെല്ലണം. വായിച്ചു നോക്കിക്കോ. വെളിപ്പാട് പുസ്തകം 21:12. പെട്ടെന്നൊന്ന് വായിച്ചിട്ടേ, പെട്ടെന്നൊന്ന് വായിച്ചേ. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. അടുത്തത് ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേര്. ഹലോ, പിടുത്തം കിട്ടിയോ? എല്ലാം മനസ്സിലായോ? ക്രിസ്തു തന്റെ കാന്തയാകുന്ന സഭയ്ക്ക് പാർക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാർപ്പിടമായ പുതിയ യെരൂശലേമിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ പൊക്കമുള്ള മതിലിലേക്ക് കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരാ. അവിടെ ആ 12 ഗോത്രങ്ങളിലെ 6 ലേയുടെ മക്കളാണ്. 2 ലേയുടെ ദാസിയായ ശില്പിയുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ 12 പേരിലൊക്കെ നോക്കിയാൽ ഏതാണ്ട് 50% കൂടുതൽ ആരുടെ മക്കളാണെന്നറിയാമോ? ലേയുടെ മക്കളുടെ പേരാ. രൂബൻ, ശിമെയോൻ, ലേവി, യഹൂദ, അവൻ ഇസ്സഹാർ, അവൻ സബൂലൂൻ. ഈ 6 മക്കളും ലേയുടെ മക്കളാ. അങ്ങോട്ട് കയറി അപ്പൊ അവള് പറയും, എന്റെ കഷ്ടത എന്റെ ദൈവം കണ്ടതല്ലേ. സഹോദരിമാരെ, എത്ര കഷ്ടത സഹിച്ചാലും അവൻ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. വാത്സല്യ സഹോദരന്മാരെ, എത്ര കഷ്ടത സഹിച്ചാലും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം, വേർപാടിന് വേണ്ടി നിൽക്കണം, ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളണം. കർത്താവിന് സ്തോത്രം. അവൻ 12 പേരിൽ 8 ആരുടെ നടന്നറിയാമോ? ലേയുടെ മക്കളാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനവിടെ മുമ്പോട്ട് പോകുക. അവൻ എത്ര വലിയ ശോധന ജീവിതത്തിലുണ്ടായാൽ, എത്ര വലിയ അവൻ തീയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവൻ നമ്മളെന്ത് ചെയ്യരുത്? അവൻ പ്രമാണം വിട്ടു പോകരുത്. ഞാൻ അടുത്ത കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. 12-ാമത്തെ 6-ാം വാക്യം വെച്ച് 12 സക്കറിയ 12. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റകളുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. മതി. എനിക്ക് വിവരിക്കാൻ നേരമില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കിയെന്ന് പറയാം. തീ മതിലിനകത്ത് നിന്നവൻ തീപ്പന്തമാക്കി, തീക്കൊള്ളിയായവരെ വീണ്ടും തീയിൽ കൂടെ കിടത്തി വിട്ടു. ഇപ്പൊ അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. വിറകുകളുടെ ഇടയിൽ ഞാൻ അവനെ തീച്ചട്ടി. ആമേൻ. ഞാന് ആ വീട് അങ്ങനെ നോക്കിയപ്പോ എനിക്കൊരു പന്തിയായിട്ട് തോന്നിയില്ല.
ഈ തീച്ചട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് പന്തിയായിട്ട് എനിക്ക് തോന്നി. ഞാൻ മറ്റു ഭാഷാന്തരങ്ങളിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഷ കിട്ടി. അത് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഞാൻ പറയാം. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാം? ആളി കത്തുന്ന ഒരു അടുപ്പ് പോലെയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത് പറഞ്ഞിരിക്കുക, ഞാൻ അവനെ കത്തിപ്രകാശിക്കുന്ന ഒരു തീപ്പന്തമാക്കി മാറ്റി. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ തീ മതിലിനകത്ത് നിന്നവനെ അവൻ തീക്കൊള്ളിയാക്കി മാറ്റി. അവനെ തീയിൽ കൂടെ കടത്തി വിട്ടിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആളി കത്തുന്നതായിരിക്കുന്ന അടുപ്പ് പോലെ ആക്കും. അതിന്റെ പ്രത്യേകത അവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ എന്താണെന്നറിയാമോ? അവൻ ചുറ്റുമുള്ളതായിരിക്കുന്ന ചില ജാതികളെ ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ ദൈവകൃപയുടെ അസാധാരണമായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് പകർന്ന് നിന്നെ ആളിക്കത്തുന്നതായിരിക്കുന്ന ഒരു അടുപ്പാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചുറ്റുമുള്ളതായിരിക്കുന്ന ചില അന്ധകാര ശക്തികളില്ലേ, അവൻ ദുഷ്ട പൈശാചിക ബന്ധനങ്ങളില്ലേ, അവൻ ഈ ബന്ധനത്തിലായി കിടക്കുന്നവരില്ലേ, അനേകര് രോഗത്തിന്റെ കെട്ടുകളിലായി കിടക്കുന്നില്ലേ, അതിനെയൊക്കെ കരിച്ചു കളയത്തക്ക രീതിയിൽ, അതിനകത്തുനിന്ന് ജനത്തെ വിടുവിക്കത്തക്ക രീതിയിൽ നിന്നിൽ അസാധാരണമായിരിക്കുന്ന ഒരു ദൈവകൃപ പകർന്നു തരുമെന്നാണ് അതിന്റെ പിന്നിലെത്തിയ അർത്ഥം. നിന്നെ ആളിക്കത്തുന്നതായിരിക്കുന്ന ഒരു ബന്ധമാക്കി മാറ്റും. അനേകർക്ക് വെളിച്ചം കൊടുക്കുന്ന, ഇരുളിൽ കിടക്കുന്ന അനേകരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അടുപ്പാക്കി ഞാൻ മാറ്റും. ഒരു ബന്ധമാക്കി മാറ്റും. ഒരു മക്ഷാരാക്കി മാറ്റുമെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത് അവൻ ആളിക്കത്തുന്ന ഒരു അടുപ്പായി, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി, ഒരു ബന്ധമാക്കി മാറ്റും. പ്രിയരെ, കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മള് ജ്വലിച്ചു പ്രകാശിക്കണം. യോഹന്നാനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായി. നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് നാം ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറണമെന്നാണ്. ദാനിയേൽ പ്രവചനത്തിൽ ഇങ്ങനെയുള്ള വാക്യം കിടക്കുന്നത്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. അല്ലെ? കർത്താവിന്റെ സ്തോത്രം. പലരെയും നീതിയിലേക്ക് 12-ാമത്തെയാണ് ഞാൻ തോന്നുന്നത്, അതിന്റെ 1-ാമത്തെ വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന, നിങ്ങൾ പിന്നാലെ നോക്കിയാൽ മതി, പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ 12-3 അവൻ പോലെയാണ്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ. അപ്പം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ നമ്മളായിരിക്കണം. ഇനി ഈ വിരലെണ്ണ ഉള്ള ദിവസം ഇല്ല, അല്ലെ? ഇന്ന് 28. ഏതാനും ചില ദിവസങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ ഒരു വർഷം വിട്ടുപോകുക. പുറകോട്ടിറങ്ങി ഒന്ന് ചിന്തിച്ചേ, നമ്മളെങ്ങനെയായി? ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ശോഭിക്കേണ്ടവരാണ് ഞാൻ നിങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മള് സൂര്യനെ പോലെ പ്രകാശിക്കണമെന്ന്. ആകാശമണ്ഡലത്തിലെ പ്രഭ സൂര്യൻ അല്ല, ചന്ദ്രനെ പോലെ പ്രകാശിക്കണമെന്നല്ല. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കും. അതുപോലെ ആകണമെന്ന് നമ്മളെ കൊണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഉണ്ടോ? ഒന്ന് ശോധന ചെയ്യും. നമ്മൾ പറയും, എനിക്ക് സൂര്യനെ പോലെ ആകാൻ ഒക്കത്തില്ല, എനിക്ക് ചന്ദ്രനെ പോലെ ആകാൻ ഒക്കത്തില്ല, എനിക്ക് നക്ഷത്രങ്ങളെ വേണ്ട. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ഓമത്തത്തിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ച് കത്തിച്ചോണ്ട് പോയ കാര്യമില്ലേ?
അത്ര വെട്ടം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു റാന്തൽ വിളക്കിന്റെ, അല്ല ഒരു മണ്ണെണ്ണ വിളക്കിന്റെ, അല്ല ഒരു ഒരു മെഴുക് തിരിയുടെ വെട്ടം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. ഈ മഴ പെയ്ത് കഴിഞ്ഞ് ഉടുപ്പിയിലെ ഉണ്ടോന്ന് എനിക്കറിയില്ല, രാത്രിയിൽ മിന്നി വിളങ്ങുന്ന മിന്നാമനില്ലേ? ഇവിടെ ഉണ്ടോ? ഉണ്ട്. പ്രിയരെ, അത്രയും വെട്ടം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ആകാശമണ്ഡലത്തിലെ പോലെയാണെന്നാണ്. ഇല്ല, അത്രയും സാധിച്ചിട്ടില്ല. ഒരു മെഴുക് തിരിയുടെ വെട്ടം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, നമുക്ക് അത്രയും ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അവസാന സമയത്തൊന്ന് ശോധന ചെയ്തേ. നമ്മളെ തന്നെ. എന്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യം നിർത്തി അങ്ങോട്ട് പോകുന്നില്ല. തീമതിനകത്ത് നിന്നവനെ തീക്കൊള്ളിയാക്കി മാറ്റി. തീക്കൊള്ളിയായി അവനെ തീയിൽ കൂടെ വീണ്ടും കിടത്തി വിട്ടു. ശരീരത്തിൽ അന്ധകാരത്തിന്റെ ഒരു അംശമില്ലാതിരിപ്പാൻ അവൻ നല്ലൊരു ഉരുപ്പടിയായിട്ട് മാറുവാൻ അവനെ തീയിൽ കൂടെ കടത്തി വിട്ടു. തീയിൽ കൂടി കടത്തി വിട്ടവനെ പിന്നീട് കാണുന്നത് ആളിക്കത്തുന്ന ഒരു അടുപ്പാക്കി അവനെ മാറ്റി. അവൻ ആളിക്കത്തുന്ന ഒരു പന്തമാക്കി മാറ്റി. ഇന്ന് പൽക്കാലം അവൻ ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച അവൻ നമുക്ക് ചുറ്റിലും ഒരു തീമതിലുണ്ട്. നമ്മൾ കാണാത്തതായിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. നമുക്ക് ചുറ്റിലും ഒരു പരിപാലകനുണ്ട്. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ കർത്തൃകാലം ഒരു തീരുമാനമെടുക്കാം. കുറഞ്ഞ പക്ഷം ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമെങ്കിലും 26-ൽ ആ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വിളക്കായിട്ട് മാറുമെന്ന് ഒരു തീരുമാനത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കർത്താവ്